ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂലൈ 8 വിശുദ്ധ വിത്തുബുർഗായുടെ തിരുനാൾ. ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ആംഗിൾസിന്റെ രാജാവായ അന്നാസിന്റെ സെക്ബുർഗ, എർമനുൾഡ, ഔഡ്രി, വിത്ബുർഗ എന്നീ 4 വിശുദ്ധരായ പുത്രിമാരിൽ ഇളയവളാണ് വിത്ബുർഗ. ശിശുപ്രായം മുതൽ തപോനിഷ്ഠമായ ഒരു ജീവിതമാണ് അവൾ നയിച്ചിരുന്നത്. നോർഫോൾക്കിൽ കടൽ തീരത്തായിരുന്നു അവളുടെ താമസം. പിതാവിൻ്റെ മരണശേഷം അവിടെ തന്നെ കുറെ കൂടി അജ്ഞാതമായ ഒരു മൂലയിൽ ഏകാന്തതയിൽ താമസിക്കാൻ തുടങ്ങി. വേറെ കുറെ കന്യകമാരും വന്നു ചേർന്നു. അവിടെ ഒരു മഠവും പള്ളിയും പണിയിക്കാൻ അവൾ ആരംഭമിട്ടു. എന്നാൽ പണി തീരുന്നതിന് മുൻപ് 743 മാർച്ച് 17 അവൾ തൻ്റെ ദിവ്യ മണവാളന്റെ സമീപത്തേക്ക് പോയി. അവളുടെ ശരീരം ദൽഹം സെമിത്തേരിയിൽ സംസ്കരിച്ച് 55 വർഷം കഴിഞ്ഞിട്ടും അത് അഴിയാതെ കാണപ്പെട്ടതിനാൽ പള്ളിയിലേക്ക് മാറ്റി. 1106 ആ ശരീരം മറ്റു സഹോദരിമാരെ സംസ്കരിച്ചിരുന്ന സ്ഥലത്തു തന്നെ അടക്കം ചെയ്തു. അന്നും വിത്ബുർഗായുടെ ശരീരം അഴിയാതിരിക്കുന്നതിന് തെറ്റഫോർഡിലെ ബിഷപ്പ് ഹെർബർട്ടും ഇതിന് സാക്ഷിയാണ്. വിശുദ്ധ വിത്ബുർഗ, ഞങ്ങൾക്കും ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.